ഈ കാണുന്ന കപ്പയാണ് ഇന്നത്തെ നമ്മുടെ താരം. കഴിഞ്ഞ ദിവസം അമ്മ നട്ടു വളർത്തിയ കപ്പ ഞങ്ങളൊന്ന് പൊക്കിയായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ഒരു കഷ്ണം കപ്പയാണത്. ഇപ്പോൾ ഒരു ഈവനിങ് ടൈമാണ്, ചെറിയൊരു മയക്കുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ആ ഒരു കപ്പ എടുത്ത് നമ്മൾക്ക് ഈ ഒരു നേരത്ത് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പീങ്ങിയെടുക്കാം. ഞങ്ങളുടെ നാട്ടിൽ പീങ്ങാന്ന് പറയാം. പുഴുങ്ങിയെടുക്കാം എന്ന് കരുതിയിട്ട് അതിന്റെ പരിപാടി നോക്കുകയാണ് ഞാനും എൻ്റെ മോളും. നമ്മൾ വീട്ടിലുണ്ടാക്കിയ കപ്പ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കപ്പയാണ്. ഞാനും കരുതി ഇത് പോളുന്നു, പക്ഷേങ്കിൽ ടോപ്പ് കപ്പയാണ്, നല്ല പൊടിയുള്ള കപ്പയാണ്. നല്ല മഴ പെയ്തു തുടങ്ങി. ഇനി നമ്മൾക്ക് കപ്പയുടെ പരിപാടി നോക്കാം. പക്ഷെ അപ്പോഴേക്കും അവള് വണ്ടിയോടുള്ള സ്നേഹം കൊണ്ട് വണ്ടി രണ്ട് സൈഡും മഴ നനയാതിരിക്കാൻ വേണ്ടി കർട്ടൻ ഇടാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ്. നമ്മളല്ലാതെ നമ്മുടെ വീട്ടുകാർ നമ്മുടെ വണ്ടി ശ്രദ്ധിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഫീൽ ഉണ്ട്. അവർക്കും വണ്ടിയോടുള്ള ഒരു ഇഷ്ടം കാണുമ്പോൾ ആ ഒരു വല്ലാത്തൊരു സുഖമാണ് അല്ലെ. എന്നാൽ പിന്നെ കപ്പ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് പൊന്തി ഒന്ന് പാകപ്പെട്ട് വരട്ടെ. അപ്പേക്ക് വേറെ ചെറിയൊരു പരിപാടി ഉണ്ട്. വേറെ ഒന്നല്ല, എൻ്റെ മകള് ചീനാപ്പറങ്കി പറിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ അവളെയും തെരഞ്ഞു പോവുകയാണ്. റോട്ടിൽ രണ്ട് തൈയുണ്ട്, അതിൽ നിന്നാണ് അവൾ പറിക്കുന്നത്. എന്തായാലും ഇതിൽ വല്ലാതെ ഒന്നും ഇല്ല കേട്ടോ. ഒന്ന് രണ്ടെണ്ണത്തെ അവൾ പറിച്ച് അവളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കണ്ണിലും മുക്കിലും ആയി കഴിഞ്ഞാൽ അതും പണിയാവും. ഇതാണ് ആകെ കിട്ടിയ ചീനാപ്പറങ്കി. അപ്പൊ അതുകൊണ്ടൊരു ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതുകൊണ്ട് മുളക് പൊടിയും ഉപ്പും കല്ലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഒരു ടൈപ്പ് ആക്കാൻ കരുതി. നമ്മുടെ പൂൾ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അതിങ്ങനെ മുന്നിൽ കണ്ടിട്ടേ ഓവറായിട്ട് ചൂടാറാനുള്ള ടൈമൊന്നുമില്ല. ഒരെണ്ണം വേഗം വായിലിടാന്ന് കരുതി. ഇതിലേക്ക് നല്ല കട്ടൻ ചായ ഉണ്ട്, അതും കൂടി കയറ്റി പിടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്. എന്തായാലും ഞങ്ങൾ മൂന്ന് പേരും കപ്പയും കട്ടൻ ചായയും കുടിച്ച് ആ ഒരു ടൈം അടിപൊളി ആക്കിയിട്ടുണ്ട്. ഇനി പിന്നെ കാണാം.